വയനാടിന്റെ MP പ്രിയപ്പെട്ട ശ്രീമതി പ്രിയങ്ക ഗാന്ധി മറ്റ് UDF നേതാക്കന്മാരോടൊപ്പം ഈ വേദിയിലേക്ക് കടന്നു വരികയാണ്. ഇരുവശങ്ങളിലും നിൽക്കുന്ന ആളുകൾ അതിന് വഴിയൊരുക്കി കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രിയങ്കരിയായ നേതാവ് ശ്രീമതി പ്രിയങ്ക ഗാന്ധി കടന്നു വരികയാണ്. ഈ കവാടത്തിൽ നിൽക്കുന്ന പ്രവർത്തകർ ദയവ് ചെയ്ത് മാറിക്കൊടുക്കണം. പ്രിയങ്കരിക്ക് സ്റ്റേജിലേക്ക് കടന്നു വരാനുള്ള വഴികൾ ഒരുക്കി കൊടുക്കണം. തോരാത്ത മഴയത്തും ചോരാത്ത ആവേശവുമായി കാത്തു നിൽക്കുന്ന പതിനായിരക്കണക്കിന് വരുന്ന നിലമ്പൂർ നിവാസികളെ അഭിവാദ്യം ചെയ്യുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട നമ്മുടെ നേതാവ് പ്രിയങ്ക ഗാന്ധി കടന്നു വരികയാണ്. ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സാരഥി ശ്രീ ആര്യാടൻ ഷൗക്കത്തിന് ചരിത്ര ഭൂരിപക്ഷം നൽകണമെന്ന് അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട പ്രിയങ്ക ഗാന്ധി കടന്നു വരികയാണ്. രാജ്യത്തിന് വേണ്ടി രക്തം ചിന്തിയ രാജീവിന്റെ ചോര ഇന്ദിരാ ഗാന്ധിയുടെ പിന്മുറക്കാരി പ്രിയപ്പെട്ടവരെ ഈ വേദിയിലേക്ക് കടന്നു വരികയാണ്. ആഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റിനെ, ആർത്തലക്കുന്ന അലമാലകളെ, ആളിപ്പടരുന്ന അഗ്നിനാളങ്ങളെ തോൽപ്പിക്കുന്ന ആവേശ പരിമള ഈ ചന്തക്കുന്ന് സൃഷ്ടിച്ചുകൊണ്ട് പ്രിയപ്പെട്ട പ്രിയങ്ക ഗാന്ധി ശ്രീ ആര്യാടൻ ഷൗക്കത്തിന് വോട്ടഭ്യർത്ഥിക്കുന്നതിന് വേണ്ടി പ്രിയപ്പെട്ടവരെ ഇവിടെ കടന്നു വരികയാണ്. തന്നെ കാണുവാൻ തടിച്ചുകൂടിയ, തന്റെ വാക്ക് കേൾക്കുവാൻ തടിച്ചുകൂടിയ പതിനായിരക്കണക്കിന് വരുന്ന ജനങ്ങളെ അഭിവാദ്യം ചെയ്യാൻ പ്രിയപ്പെട്ട പ്രിയങ്ക ഗാന്ധി വേദിയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. പ്രിയപ്പെട്ട നേതാവ് ശ്രീ ആര്യാടൻ ഷൗക്കത്തിന് കൈപ്പത്തി അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട ഇന്ത്യൻ മതേതരത്വത്തിന്റെ കാവൽ മാലാഖ, രാജ്യത്തിന്റെ പാർലമെന്റിനകത്ത് നരേന്ദ്രമോദിയുടെ തിട്ടൂരങ്ങൾക്കെതിരെ പൊരുതുന്ന രാജ്യത്തിന്റെ പോരാളിയായ നമ്മുടെ പാർലമെന്റ് മെമ്പർ പ്രിയപ്പെട്ട പ്രിയങ്ക ഗാന്ധി ശ്രീ ആര്യാടൻ ഷൗക്കത്തിന് വോട്ടഭ്യർത്ഥിക്കുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട പ്രിയങ്ക ഗാന്ധി വേദിയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ഈ ചന്തക്കുന്നങ്ങാടിയിൽ തടിച്ചുകൂടിയിരിക്കുന്ന ജനമഹാ സമുദ്രത്തെ ആവേശ തിരമാലയിൽ എത്തിക്കൊണ്ട് ശ്രീ KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ കടന്നു വരുന്നു. പ്രിയങ്കരനായ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ അവർ നിങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും. അഭിവന്ദനായ നേതാക്കളെ, നിലമ്പൂര് ഏതാനും ദിവസങ്ങൾക്കകം പോളിംഗ് ബൂത്തുകളിലേക്ക് പോവുകയാണ്. നമുക്കറിയാം, കേരളം കാതോർത്തിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് നിലമ്പൂരിലെ ബൈ ഇലക്ഷൻ. കഴിഞ്ഞ 9 കൊല്ലക്കാലമായി കേരളം ഭരിച്ചു മുടിച്ച് ജനങ്ങളെ മുഴുവൻ വെറുപ്പിച്ച ഒരു സർക്കാർ കേരളത്തിൽ ഇരിക്കുന്നുണ്ട്. ഈ നമ്മുടെ മലപ്പുറം ജില്ലയെ പോലും അപമാനിക്കാൻ ഏറ്റവും മുന്നിൽ വന്നൊരു മുഖ്യമന്ത്രി നയിക്കുന്ന ഗവൺമെൻറ്റാണ് ആ ഗവൺമെൻറ്. സാധാരണക്കാരന് ജീവിക്കാൻ പറ്റുന്നില്ല. മൃഗങ്ങളുടെ ശല്യം മൂലം നിരവധിയായ ആളുകൾ കൊല്ലപ്പെടുന്നു. അതുപോലുള്ള നിരവധിയായ പ്രശ്നങ്ങളുണ്ട്. നമുക്കറിയാം, വീടില്ലാത്തവരുടെ എണ്ണം എടുത്താൽ അത് ലക്ഷക്കണക്കിനാണ്. സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമില്ല. പാവപ്പെട്ടവനെ തിരിഞ്ഞു നോക്കാൻ ആളില്ല. മുതലാളിമാർക്ക് വേണ്ടി ഭരിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റാക്കി പിണറായി ഗവൺമെന്റ് കേരള ഗവൺമെന്റിനെ മാറ്റി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവിടെയാണ് നിങ്ങളെ കാണാൻ നമ്മുടെ പ്രിയപ്പെട്ട MP ശ്രീ പ്രിയങ്ക ഗാന്ധി ആര്യാടൻ ഷൗക്കത്തിന് വേണ്ടി വന്നിരിക്കുന്നത്. എനിക്ക് ഉറപ്പുണ്ട്, ഇന്ന് പ്രിയങ്ക ഗാന്ധി നടത്തിയ ഈ 2 പരിപാടികളിലൂടെ തന്നെ നിലമ്പൂരിലെ ജനങ്ങൾ ഒട്ടാകെ ആഹ്ലാദപൂർവ്വം ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ശ്രീ ആര്യാടൻ ഷൗക്കത്തിനെ
മഹാഭൂരിപക്ഷത്തോടെ വിജയിപ്പിച്ചയക്കും എന്നുള്ളതിന് സംശയമില്ല. അതിലൂടെ ഇത് ആദ്യ തുടക്കമാണ്. നിലമ്പൂരിൽ ആര്യാടൻ വിജയിക്കും. 2026 ഐക്യ ജനാധിപത്യ മുന്നണി കേരളം ജയിക്കും, ഭരിക്കും എന്നുള്ളതാണ് അവസ്ഥ. അതിനുള്ളൊരു കാലാവസ്ഥയാണ്. ഇതിനു വേണ്ടി നിങ്ങളെ എല്ലാവരെയും നേരിൽ കാണാൻ നമ്മുടെ പ്രിയങ്കരായ നേതാവ് ശ്രീമതി പ്രിയങ്ക ഗാന്ധി എത്തിയിരിക്കുന്ന ഈ സന്ദർഭത്തിൽ 19-ാം തീയതി മഴയായിരിക്കും. മഴയായാലും കോരിച്ചൊരിയുന്ന മഴയായാലും നമ്മളെല്ലാം പോളിംഗ് ബൂത്തിലെത്തും കൃത്യമായി എന്നുള്ള ഉറച്ച തീരുമാനത്തോടെ നിങ്ങൾ പോകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ആര്യാടൻ ഷൗക്കത്തിന് കൈപ്പത്തി അടയാളത്തിൽ വോട്ടുകൾ നൽകി വൻപിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്. പ്രിയങ്കരനായ നമ്മുടെ സ്ഥാനാർത്ഥി പ്രിയപ്പെട്ട ആര്യാടൻ ഷൗക്കത്ത് നിങ്ങളോട് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് സംസാരിക്കും. വേദിയിലിരിക്കുന്ന ആദരണീയരായ പ്രിയങ്കാജി അടക്കമുള്ള KC വേണുഗോപാൽജി, അബ്ബാസ് അലി തങ്ങൾ, അതുപോലെ തന്നെ രമേശ് ചെന്നിത്തല, VD സതീശൻ, KPCC പ്രസിഡന്റ് അടക്കമുള്ള നേതാക്കന്മാരെ, സുഹൃത്തുക്കളെ, ഇത് ഞാൻ നിങ്ങളോട് പ്രസംഗിക്കുന്നില്ല. ഇത് ഞാൻ ജനിച്ച നിലമ്പൂര, നമ്മൾ ഒരുമിച്ച് പ്രവർത്തിച്ച നിലമ്പൂര. എൻ്റെ പിതാവിനെ 4 പതിറ്റാണ്ടോളം കാലം നിങ്ങൾ ചേർത്തു പിടിച്ച് ജനപ്രതിനിധിയാക്കി. നിങ്ങളും എൻ്റെ പിതാവും ചേർന്ന് ഈ ഗ്രാമത്തെ ഒരു നാടാക്കി മാറ്റി. ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ ഇവിടെ ചെയ്തു. അദ്ദേഹം നമ്മൾ ഒരുമിച്ച് നിന്നുകൊണ്ട്, പക്ഷേ ഇന്ന് നമ്മൾ 2016 മുതൽ നമ്മൾ കാണുന്നത്, നമ്മൾ അനുഭവിക്കുന്നത് എല്ലാം അവഗണിക്കപ്പെട്ട ഒരു നിലമ്പൂരാണ്. വളരെ വാഗ്ദാനങ്ങൾ നൽകി അധികാരത്തിലേറിയ ഗവൺമെൻറ് കഴിഞ്ഞ 9 വർഷമായി നിലമ്പൂരിനെ പൂർണ്ണമായും കബളിപ്പിച്ചു, പൂർണ്ണമായും അവഗണിച്ചു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് നമുക്കതിൽ നിന്ന് മോചനം നേടണം, അതിൽ നിന്ന് നമുക്ക് മുക്തി നേടണം. എൻ്റെ പിതാവ് മരണശയ്യയിൽ കിടക്കുമ്പോഴും അദ്ദേഹത്തിന് ജീവിതത്തിൽ ഒരാഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ നിലമ്പൂർ ആര് സ്ഥാനാർത്ഥിയായാലും ഈ നിലമ്പൂർ തിരിച്ചു പിടിക്കണം, ഐക്യ ജനാധിപത്യ മുന്നണി എന്നത്. അതാണ് അദ്ദേഹത്തിൻ്റെ മരണക്കിടക്കയിലും കിടന്ന് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം അതായിരുന്നു. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും ചേർന്ന് ഇവിടെ UDF ഒറ്റക്കെട്ടായി, അബ്ബാസ് അലി തങ്ങൾ ഇവിടെയുണ്ട്, അതുപോലെ തന്നെ RSPയുടെ, അതുപോലെ തന്നെ പ്രേമചന്ദ്രൻ അടക്കമുള്ള മുഴുവൻ നേതാക്കന്മാരും ഉണ്ട്. എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഒറ്റക്കെട്ടായി നമുക്ക് തിരിച്ചു പിടിക്കാൻ കഴിയും. എനിക്ക് നിങ്ങളോട് ഒരു കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ, ഒറ്റ കാര്യം. നിങ്ങളെന്നെ പഞ്ചായത്ത് പ്രസിഡൻ്റാക്കി, നിങ്ങളെന്നെ മുനിസിപ്പൽ ചെയർമാനാക്കി, നമ്മൾ ഒരുമിച്ച് ഇന്ത്യയിലെ ഏറ്റവും നല്ല പഞ്ചായത്തായി മാറാൻ നമുക്ക് സാധിച്ചു. നിങ്ങളെന്നെ നഗരസഭാ ചെയർമാനാക്കി, കേരളത്തിലെ ഏറ്റവും നല്ല നഗരസഭയ്ക്കുള്ള അവാർഡുകൾ നമ്മൾ വാങ്ങി. അങ്ങനെ ഒട്ടേറെ അംഗീകാരങ്ങൾ ഈ നാട്ടിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചു. യുണിസെഫിൻ്റെ അംഗീകാരം കൊണ്ടുവരാൻ സാധിച്ചു. ആഗോള അംഗീകാരങ്ങൾ വരെ നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചു. അതിനൊക്കെ കാരണം മറ്റൊന്നുമല്ല, നമ്മൾ ഒരുമിച്ച് നിന്നതുകൊണ്ട് മാത്രമാണ്. എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. ഒരു കാര്യം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. എനിക്ക് വാഗ്ദാനങ്ങളൊന്നുമല്ല തരാനുള്ളത്. എനിക്ക് പറയാനുള്ളത്, ഞാൻ എന്നും നിങ്ങളുടെ ഒരു മകനെ പോലെ, നിങ്ങളുടെ ഒരു സഹോദരനെ പോലെ, നിങ്ങളുടെ ഒരു ജ്യേഷ്ഠ സഹോദരനായി എന്നും ഈ നിലമ്പൂരിൽ ഉണ്ടാകും. എനിക്ക് മറ്റെവിടെയും പോകാനില്ല. ഞാൻ ഇവിടെ ജനിച്ചുവെങ്കിൽ, ഇവിടെ വളർന്നുവെങ്കിൽ, നമ്മൾ ഒരുമിച്ച് പ്രവർത്തിച്ചുവെങ്കിൽ, അന്ത്യശ്വാസം വരെ ഒരു നിലമ്പൂരുകാരനായി ഞാനുണ്ടാകും എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമുക്കൊരുമിച്ച് ഒരു കാര്യം കൂടി ഞാൻ ഒരു കാര്യം കൂടി ഞാൻ പറയുകയാണ്. നിങ്ങൾ എന്നെ വിജയിപ്പിച്ചയച്ചതിൻ്റെ പേരിൽ നിങ്ങൾക്കൊരിക്കലും ആരുടെ മുന്നിലും തല കുനിക്കേണ്ട ഒരു അവസരം ആര്യാടൻ ഷൗക്കത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവില്ല. നിങ്ങൾ എന്നെ ജയിപ്പിച്ചയച്ചാൽ
ഒരു കാര്യം കൂടി ഞാൻ ഉറപ്പ് തരാം, ഞാൻ ഒരിക്കലും നിങ്ങളെ പാതി വഴിയിലിട്ട് എങ്ങോട്ടും പോകില്ല എന്നുകൂടി ഞാൻ പറയാണ്. എനിക്കെവിടെയും പോകാനില്ല. നമുക്ക് ഈ മണ്ണ്, UDFന്റെ മണ്ണ് നമുക്ക് തിരിച്ചു പിടിക്കാൻ നമുക്ക് കഴിയണം. ഒന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. നമുക്കൊരുമിച്ച് 2016 മുതൽ നമ്മളെല്ലാം അവഗണിച്ചു. നമ്മുടെ ബൈപ്പാസ് നിങ്ങൾ കണ്ടില്ലേ? നമ്മൾ കൊണ്ടുവന്ന ബൈപ്പാസ് 9 വർഷമായി അതുപോലെ കിടക്കുന്നു. നമ്മുടെ KSRTC ബസ് സ്റ്റാൻഡ് 9 വർഷമായി അതുപോലെ കിടക്കുന്നു. നമ്മുടെ ഗവൺമെന്റ് കോളേജ് അതുപോലെ കിടക്കുന്നു. ഇതിനൊക്കെ നമുക്കൊരു തുടർച്ച വേണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ ഒരു കാര്യം കൂടി ഞാൻ പറയുന്നു, നമുക്ക് ഒരുമിച്ച് ഈ 9 വർഷമായി നഷ്ടപ്പെട്ട നിലമ്പൂരിനെ നമുക്ക് തിരിച്ചു പിടിക്കാൻ നമുക്ക് കൈകോർക്കാം. എൻ്റെ ചിഹ്നമായ കൈപ്പത്തി അടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ നൽകി വിജയിപ്പിക്കണമെന്ന് വിനീതമായി നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. മാത്രമല്ല, നിങ്ങളുടെ അകമഴിഞ്ഞ പ്രാർത്ഥന കൂടി ഉണ്ടാവണം. ഐശ്വര്യമുള്ള, ചൈതന്യമുള്ള ഒരു വിജയം നമുക്കുണ്ടാവണം. അതിന് നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം, ഒരു നല്ല നിലമ്പൂരിന് വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി അഭിവന്ദനായ മുസ്ലിം ലീഗിന്റെ മലപ്പുറം ജില്ലാ അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ സംസാരിക്കും. എല്ലാവർക്കും വിനീതമായ അഭിവാദ്യങ്ങൾ. ആദരണീയരായ പ്രിയങ്കാജി, മറ്റു ഐക്യജനാധിപത്യത്തിൻ്റെ അഭിവന്ദരായ നേതാക്കളെ, ജനാധിപത്യ വിശ്വാസികളെ, ഈ വരുന്ന 19-ന് നിലമ്പൂർ നിയോജകമണ്ഡലം നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിനെ നാം അഭിമുഖീകരിക്കുകയാണ്. നമുക്കറിയാം, കേരളത്തിലെ 9 വർഷമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ദുർഭരണത്തിനെതിരെയുള്ള ഒരു വിധിയെഴുത്താക്കി മാറ്റുവാൻ നിലമ്പൂരിലെ ജനങ്ങൾക്ക് കിട്ടിയ അവസരമാണിത്. നമുക്കറിയാം, ഏറ്റവും ശക്തനായ, ഏറ്റവും പ്രഗത്ഭനായ ശ്രീ ആര്യാടൻ ഷൗക്കത്തിനെയാണ് ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി ലഭിച്ചിട്ടുള്ളത്. അദ്ദേഹത്തെ വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടി വിജയിപ്പിച്ച് ചരിത്ര വിജയം യാഥാർത്ഥ്യമാക്കുന്നവൻ. അതുപോലെ ഇടതുപക്ഷ ദുർഭരണത്തിനെതിരെ 2024 പൊതു തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണി ഭരണരംഗത്തെ കൊണ്ടുവരുവാനുള്ള ആദ്യ ചവിട്ടുപിടയെ മാറ്റുവാൻ നിങ്ങളെല്ലാവരും കൈപ്പത്തി ചിഹ്നത്തിൽ ശ്രീ ആര്യാടൻ ഷൗക്കത്തിന് വിലയേറിയ വോട്ടുകൾ നൽകിക്കൊണ്ട് വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടി വിജയിപ്പിക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ച് എൻ്റെ വാക്ക് ഉപസംഹരിക്കുന്നു. ജയ് ഹിന്ദ്. അടുത്തതായി നമ്മുടെ പ്രിയങ്കാജി നിങ്ങളോട് സംസാരിക്കുകയാണ്. നമ്മൾ 65,000 വോട്ടിനാണ് പ്രിയങ്കാജിയെ ഭൂരിപക്ഷം കൊടുത്തത്. നമ്മൾ ആ പ്രിയങ്കാജി തന്നെ ഇവിടെ വന്ന് എനിക്ക് വേണ്ടി വോട്ടഭ്യർത്ഥിക്കാൻ വന്നു എന്ന് പറയുന്നത് തന്നെ എനിക്ക് ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ അംഗീകാരമായിട്ടാണ് കാണുന്നത്. അതിന് ഞാൻ എന്നും UDFനോട് കടപ്പെട്ടിരിക്കും എന്നുകൂടി പറയുകയാണ്. ബഹുമാനപ്പെട്ട പ്രിയങ്കാജി നിങ്ങളോട് സംസാരിക്കും. ഈ മടിയത്തും ഇവിടെ എത്തിയ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. You have waited for us since 3 o'clock today and it has been raining the whole day. നിങ്ങൾ ഇന്ന് വലിയ മഴയത്തും ഇന്ന് മുഴുവൻ മഴ പെയ്യുമ്പോഴും 3 മണി മുതൽ ഇവിടെ ഞങ്ങളെ കാത്തു നിൽക്കുകയാണ്. First, I want to say a big thank you to you for doing this for us, for waiting here for us. ആദ്യമായി നിങ്ങൾ ഇവിടെ എത്തിയതിന്, ഇത്രയും വലിയ ഒരു സമ്മേളനമായി മാറ്റിയതിന് ഞാൻ നിങ്ങളോടുള്ള വലിയ നന്ദി രേഖപ്പെടുത്തുന്നു. I would like to welcome Shri K.C. Venugopal ji, Shri Sunny Joseph ji, Shri V.D. Satishan ji, Shri Ramesh Channitala ji, Shri Abbas Ali Tangal ji, Shri Aryadan Shaukat ji, Shri Monse Joseph ji, Shri Shibu Baby John ji, Shri P.K. Bashir ji, Shri A.P. Anil Kumar ji, and all my other esteemed and respected colleagues of the UDF who are on stage with me to this meeting. ഇന്ന് ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന എല്ലാ ബഹുമാന്യരായ നേതാക്കന്മാർക്കും
എൻ്റെ സഹപ്രവർത്തകരായ MP-മാർ ഉൾപ്പെടെയുള്ള എല്ലാ UDF-ന്റെ നേതാക്കന്മാരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. I want to thank you also for the huge support you gave me in the elections. നിങ്ങൾ എൻ്റെ തിരഞ്ഞെടുപ്പിൽ എനിക്ക് നൽകിയ വലിയ പിന്തുണയ്ക്കും ഞാൻ നിങ്ങളോട് നന്ദി രേഖപ്പെടുത്തുകയാണ്. I don't take this support lightly. For me, every vote that you gave me, every time that you wait for me, every piece of affection that you give me, when you wait for me, you give me a rose on the street, you give me a hug, my sisters blow me kisses. My friends want to shake hands with me. Each and every gesture for me is a symbol of my duty, my responsibility towards you. ഞാൻ ഈ പിന്തുണയെ ലാഘവത്തോടു കൂടി എടുക്കുന്നില്ല. ഞാൻ ഓരോ പ്രാവശ്യം വരുമ്പോഴും നിങ്ങൾ എനിക്ക് നൽകുന്ന സ്നേഹം, നിങ്ങൾ എനിക്ക് നൽകുന്ന പിന്തുണ, നമ്മുടെ ചെറുപ്പക്കാർ ഓടി വന്ന് കൈ തരുന്നത്, അതുപോലെ തന്നെ നമ്മുടെ സഹോദരിമാർ എനിക്ക് ചുംബനങ്ങൾ വാരി വിതറുന്നത്, ഞാൻ ഇതെല്ലാത്തിനെയും ഏറ്റവും വലിയ സ്നേഹത്തോടു കൂടി ഞാൻ അംഗീകരിക്കുകയാണ്. And sometimes before I go to sleep at night, I feel a little guilty also. I wonder, do I really deserve all this love and affection that you give me? ചിലപ്പോൾ ഞാൻ ഉറങ്ങാൻ പോകുമ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ ചിലപ്പോൾ ചെറിയ കുറ്റബോധത്തോടു കൂടി ഓർക്കും, ഞാൻ ഇത്രമാത്രം വലിയ സ്നേഹത്തിന് ഞാൻ അർഹയാണോ എന്നുള്ളത്. And I think really between you and my brother, between you and me, between all of us who stand here today and yourselves, all of us who seek to represent you, the basic bond is a bond of trust. നമ്മൾ ഇന്ന് ഇവിടെ നിൽക്കുമ്പോൾ നിങ്ങൾ ഏറ്റവും വലുത്, നിങ്ങളുടെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ളത് നിങ്ങൾ ഞങ്ങളിൽ അർപ്പിക്കുന്ന വിശ്വാസമാണ്. ഞാൻ എൻ്റെ സഹോദരനുമായി നിങ്ങൾക്കുണ്ടായത്, എന്നോടൊപ്പം നിങ്ങൾക്കുണ്ടായത്, ഈ വേദിയിലുള്ള എല്ലാ നേതാക്കന്മാരോടൊപ്പം നിങ്ങൾ പങ്കുവെക്കുന്നത് നിങ്ങളുടെ വിശ്വാസമാണ്. You hope from us, you expect from us, because you also trust that we will stand up for you, we will protect you, we will work hard for you, and we will serve you the way that you think and expect us to. നിങ്ങൾ ഞങ്ങൾക്ക് ആ പിന്തുണ നൽകുമ്പോൾ നിങ്ങൾക്കുള്ളത് നിങ്ങളുടെ പ്രതീക്ഷയാണ്, നിങ്ങളുടെ ആശയാണ് എന്ന് തിരിച്ചറിയുന്നു. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും എന്നുള്ളത്, നിങ്ങളെ സംരക്ഷിക്കുന്നു എന്നുള്ളത്, നിങ്ങളുടെ ശബ്ദമായി മാറും എന്നുള്ള ആ പ്രതീക്ഷയാണ് എന്നുള്ളത് വിശ്വാസമാണ് എന്ന് മനസ്സിലാക്കുന്നു. I have been your MP now for 7 months. ഞാനിപ്പോൾ 7 മാസമായിട്ട് നിങ്ങളുടെ MP ആണ്. I keep coming and going from here. ഞാൻ ഇവിടെ വന്നും പോയും വന്നുകൊണ്ടിരിക്കുകയാണ്. And every time I come here, I learn more about you. ഞാൻ ഓരോ പ്രാവശ്യവും ഞാൻ ഇവിടെ വരുമ്പോൾ ഞാൻ നിങ്ങളെക്കുറിച്ച് കൂടുതലായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. Every time I come here, I try to understand more deeply what your issues are. ഞാൻ ഓരോ പ്രാവശ്യവും ഇവിടെ വരുമ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന വിഷയങ്ങൾ, നിങ്ങളുടെ പ്രശ്നങ്ങൾ കൂടുതൽ ആഴത്തിൽ ഞാൻ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. And one thing I have clearly understood in these 7 months. ഞാൻ ഈ 7 മാസം കൊണ്ട് ഒരു കാര്യം വളരെ വ്യക്തമായി എനിക്ക് മനസ്സിലായിട്ടുണ്ട്. That you struggle against a lot of difficulty. നിങ്ങൾ ഒട്ടേറെ വിഷമതകൾക്കെതിരെ, നിങ്ങൾ വെല്ലുവിളികൾക്കെതിരെ പൊരുതിയാണ് നിങ്ങൾ നിൽക്കുന്നത്. To build better futures for yourselves. നിങ്ങളുടെ നല്ലൊരു ഭാവി നിങ്ങൾക്കുണ്ടാകുന്നതിന് വേണ്ടിയാണ് നിങ്ങൾ ആ പോരാട്ടം നടത്തുന്നത്. You make huge sacrifices. നിങ്ങൾ വലിയ ത്യാഗങ്ങൾ ചെയ്യുന്നു. To educate your children. നിങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി. To build your homes. നിങ്ങളുടെ വീട് ഉണ്ടാക്കുന്നതിന് വേണ്ടി. To grow your crops. നിങ്ങളുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്ക് കൃഷി ചെയ്യുന്നതിന് വേണ്ടി. Wherever I go, I see difficulties and hardships, but I also see courage. I see strength. I see determination. ഞാൻ എവിടെ ചെന്നാലും ഞാൻ നിങ്ങളുടെ ബുദ്ധിമുട്ടുകളും നിങ്ങളുടെ വെല്ലുവിളികളുമാണ് ഞാൻ കാണുന്നത്. പക്ഷേ നിങ്ങളുടെ കരുത്തും നിങ്ങളുടെ പ്രതിബദ്ധതയും നിങ്ങളുടെ ആർജവവും കൂടി ഞാൻ കാണുന്നുണ്ട്. And that courage, that determination makes me proud. ആ ആർജവം, ആ സമർപ്പണബോധം എന്നെ അഭിമാനത്തിലേക്ക് എത്തിക്കുകയാണ്. But it also makes me think that there is so much more we can do. പക്ഷേ ഞാൻ അപ്പോഴും ചിന്തിക്കുന്നുണ്ട്, നമുക്ക് ഒട്ടേറെ കാര്യങ്ങൾ ഇനിയും ചെയ്യുന്നതിനുണ്ട്. When I look around, and I'm sure you also feel this way. ഞാൻ ചുറ്റും നോക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലും നിങ്ങളുടെ കണ്ണുകളിലും ആ ഒരു ഇതുകൊണ്ട് നിങ്ങൾക്ക് കാണാം. I see, for example, that you are working so hard to build your children's futures. എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്, നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ ഭാവി സുരക്ഷിതമാക്കുന്നതിന് നിങ്ങൾ വലിയ പോരാട്ടം നടത്തുന്നുണ്ട്.
and you educate them well, better than any other state in this country. മറ്റേത് സംസ്ഥാനത്തേക്കാൾ കൂടുതൽ നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ ഏറ്റവും അധികം വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. And yet after all that sacrifice, that education, you find that the government is not providing any jobs for the youth. പക്ഷെ അത്രയും വലിയ ത്യാഗങ്ങൾക്ക് ശേഷം, അത്രയും വലിയ ബുദ്ധിമുട്ടുകൾക്ക് ശേഷം നിങ്ങൾ നോക്കുമ്പോൾ സർക്കാർ നിങ്ങൾക്ക് ഇവിടെ അവസരങ്ങൾ തരുന്നില്ല. Young people see darkness in the future. They turn towards drugs. എവിടെ മനുഷ്യന് അന്ധകാരം മുന്നിൽ കാണാൻ കഴിയുന്നു, അപ്പോൾ അവർ മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ളതിലേക്ക് തിരിയുന്നു. They feel unfulfilled and unsuccessful. അവർ പരാജിതരാണെന്ന്, അവർക്ക് വിജയിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് അവർക്ക് തോന്നുന്ന സാഹചര്യത്തിലേക്ക് പോകുന്നു. I see my sisters. So many of them are ASHA workers. So many of them dedicate their lives to the community. ഞാൻ ഇവിടെ എൻ്റെ സഹോദരിമാരെ കാണുന്നുണ്ട്. അവരിൽ പലരും ആശാ വർക്കർമാരാണ്. ഈ സമൂഹത്തിന് വേണ്ടി അവരവരുടെ ജീവിതം തന്നെ നൽകുന്നവരാണ്. When I talk to them, they tell me that they are supposed to be available 24 hours a day, 7 days a week. ഞാൻ അവരോട് സംസാരിക്കുമ്പോൾ അവരെന്നോട് പറയുന്നു, അവർ ഈ സമൂഹത്തിൽ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരാഴ്ചയിൽ 7 ദിവസം 24 മണിക്കൂറും ലഭ്യമാവേണ്ട സാഹചര്യമുണ്ട്. And every single Indian knows that during the corona crisis it was the ASHA workers who are our greatest heroines. നമ്മുടെ രാജ്യത്തെ എല്ലാവർക്കും അറിയാം, എല്ലാ പൗരന്മാർക്കും അറിയാം, കോവിഡിന്റെ സമയത്ത് അവരായിരുന്നു നമ്മുടെ ഏറ്റവും വലിയ ശക്തി. They are the strength of our community. നമ്മുടെ സമൂഹത്തിന്റെ ശക്തി എന്ന് പറയുന്നത്. And yet we see that they have to protest for their basic rights. പക്ഷേ എന്നിട്ടും അവർക്ക് അവരുടെ ഏറ്റവും അടിസ്ഥാനപരമായ അവകാശങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി അവർക്ക് പ്രതിഷേധിക്കേണ്ടി വരുന്നു. What are they asking for? എന്താണ് അവർ ചോദിക്കുന്നത്? They are asking for a simple raise in their honorarium. അവരാകെ ചോദിക്കുന്നത് അവരുടെ ഓണറേറിയത്തിൽ ഒരു ചെറിയ വർധനവ് മാത്രമാണ് അവർ ചോദിക്കുന്നത്. They are asking for recognition of that 24 hours a day, 7 days a week work that they do. അവർ ചോദിക്കുന്നത് 24 മണിക്കൂറും 7 ദിവസവും അവർ ചെയ്യുന്ന പ്രവൃത്തിക്ക് ഒരു അംഗീകാരം മാത്രമാണ്. They are asking for recognition of the fact that they work day and night for the community. And they come home and they work for their family. They cook the food. They look after children at home. They look after anybody who's unwell. And they do the housework also. They have a tireless life. അവർ ചോദിക്കുന്നത് വലിയ അംഗീകാരമെന്ന്. അവർ ചോദിക്കുന്ന അംഗീകാരമെന്താ? അവർ ദിവസവും രാത്രിയും പകലുമില്ലാതെ അവർ ഇടുന്ന കഠിനാധ്വാനം, അതിനുശേഷം ഈ സമൂഹത്തിന് വേണ്ടി നൽകുന്നത്, അതിനുശേഷം വീട്ടിൽ വന്നാൽ വീട്ടിലെ ജോലികൾ, കുട്ടികളെ നോക്കൽ ഉൾപ്പെടെ വലിയ രീതിയിൽ ഒരു വിശ്രമവുമില്ലാത്ത ഒരു ജീവിതമാണ് നയിക്കുന്നത്. അതിനുള്ള അംഗീകാരമാണ് അവർ ചോദിക്കുന്നത്. All they are asking for is that after all those years of work, they get a 5 lakh retirement amount. എല്ലാം കഴിഞ്ഞിട്ട് അവർ ചോദിക്കുന്നത് ഈ ഇത്രയും വർഷത്തെ കഠിനമായ ഈ പ്രയത്നത്തിന് ശേഷം അവർ വിരമിക്കുമ്പോൾ അവർക്ക് ഒരു 5 ലക്ഷം രൂപ ഒരു ആനുകൂല്യമാണ്. And yet their voices fall on deaf ears. പക്ഷേ അവരുടെ ശബ്ദങ്ങൾ ഒരു കേൾക്കാത്ത ശബ്ദം, ഒരു ബധിര ഇതിലാണ് ചെന്ന് വീഴുന്നത്. When you think of your government, you expect service, you expect protection. നിങ്ങൾ ഒരു സർക്കാരിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങൾ അവരിൽ നിന്ന് സംരക്ഷണം ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ അവർക്ക് അവരുടെ ഒരു സംരക്ഷണമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. And what do you get in return? You get excuses. പക്ഷെ നിങ്ങൾക്ക് എന്താണ് തിരിച്ചു കിട്ടുന്നത്? You are suffering from the man-animal conflict daily. നിങ്ങൾ ഇവിടുത്തെ വന്യജീവി സംഘർഷത്തിൽ പെട്ട് നിങ്ങൾ വലിയ രീതിയിൽ ഇന്ന് കഷ്ടത അനുഭവിക്കുകയാണ്. I have visited 7 homes which have been left without the main bread earner because there has been a problem and an animal has killed him. ഞാൻ 7ഓളം വീടുകളിൽ ഈ വന്യജീവി ആക്രമണത്തിൽ മരിച്ച വീട്ടിലെ അവരുടെ ഒരു അന്നദാതാവായ ആൾക്കാർ മരിച്ച 7ഓളം വീടുകളിൽ ഞാൻ ചെന്നിരുന്നു. I just came from somebody's house today. ഞാൻ ഇന്ന് അത്തരത്തിൽ ഒരാളുടെ വീട്ടിൽ നിന്നാണ് വരുന്നത്. I met his wife, his 2 daughters, his little child. ഞാൻ അദ്ദേഹത്തിന്റെ ഭാര്യയെ, അദ്ദേഹത്തിന്റെ 2 പെൺമക്കളെ, ഒരു കുട്ടിയെ ഉൾപ്പെടെ കണ്ടിട്ടാണ് വരുന്നത്. Looking helpless, asking me, what are we going to do now? നിസ്സഹായതയോടുകൂടി അവരെന്നോട് ചോദിക്കുകയായിരുന്നു, നിങ്ങൾ ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത്? And yet nobody tries to give you a concrete solution.
പക്ഷേ അപ്പോഴും നിങ്ങൾക്ക് ഒരു പെർമനന്റ് സൊല്യൂഷൻ ഇതിനകത്ത് തരാൻ ആരും തയ്യാറാവുന്നില്ല. There was a problem here in Nilambur, an electric wire. You complained about it. No action was taken. ഈ നിലമ്പൂരിൽ ഒരു ഇലക്ട്രിക് വയറിൽ നിന്ന് ഷോക്കേറ്റ് ഒരു കുട്ടി മരിച്ച സംഭവം ഉണ്ടായി. അവരതിനെ സംബന്ധിച്ച് പരാതിപ്പെട്ടു, പക്ഷേ ഒരു നടപടിയും ഉണ്ടായിരുന്നില്ല. A young boy, Anantu, passed away. 2 other boys got terribly hurt because no action was taken. അനന്തു എന്ന ഒരു പാവം കുട്ടി, ചെറിയ ഒരു കുട്ടി മരണപ്പെടുകയുണ്ടായി. 2 പേർക്ക് വലിയ രീതിയിൽ പരിക്കേറ്റു. എന്തുകൊണ്ട്? അവർ ഒരു നടപടിയും എടുക്കാതിരുന്നത് കൊണ്ട്. Even your welfare pensions are politicized by this government. നിങ്ങളുടെ സാമൂഹിക പെൻഷൻ പോലും ഈ സർക്കാർ രാഷ്ട്രീയവൽക്കരിക്കുകയാണ്. They are given or they are stopped according to when the election is. അവർക്ക് തോന്നുമ്പോൾ ഇലക്ഷന്റെ മുൻപ് ചിലപ്പോൾ നിർത്തുന്നു, ചിലപ്പോൾ കൊടുക്കുന്നു. ഒരു തെരഞ്ഞെടുപ്പിന് മുൻപ് അതൊരു രാഷ്ട്രീയ ആയുധമായി ഉപയോഗിക്കുന്നു. You have been an example to the whole of India. Your community has been together. Whichever religion you belong to, you have always stood together and shown India, shown the rest of the world what it means to be united. നിങ്ങൾ ഒരു സമൂഹം എന്ന രീതിയിൽ എല്ലാ അതിർത്തികൾക്കും അപ്പുറം ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ രാജ്യത്തിനും ഈ ലോകത്തിനും തന്നെ കാണിച്ചു കൊടുക്കുന്നു ഒരുമയുടെ സന്ദേശം നിങ്ങൾ നൽകുന്നവരാണ്. Instead of encouraging you to stay together, to be united so that you can develop together, what is happening today? You are encouraged to fight with each other. Divisiveness is sowed between you. നിങ്ങളെ ഒരുമിച്ച് നിൽക്കാൻ, നിങ്ങളെ ഒരുമിച്ച് ചേർത്ത് നിർത്താൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കേണ്ട പകരം എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ തമ്മിൽ മത്സരിക്കുന്നതിന് വേണ്ടി, നിങ്ങൾ തമ്മിൽ വിദ്വേഷം ഉണ്ടാക്കുന്നതിന് വേണ്ടി ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. So when you evaluate the state government that has been in government for 10 years now, അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ 10 വർഷക്കാലം ഈ സംസ്ഥാനത്ത് നിലനിന്നിരുന്ന ഒരു സർക്കാരിനെ കുറിച്ച് നിങ്ങൾ വിലയിരുത്തുമ്പോൾ ask yourselves, what happened to the trust you placed in them? നിങ്ങളോട് തന്നെ ചോദിക്കുക, നിങ്ങൾ ഈ സർക്കാരിൽ അർപ്പിച്ച വിശ്വാസം എന്തു സംഭവിച്ചു എന്നുള്ളത്. This trust with which you are standing here and waiting for us, you gave them this trust when you elected them into the state. നിങ്ങൾ ഇന്നിവിടെ കാത്തു നിൽക്കുമ്പോൾ, നിങ്ങൾ ഞങ്ങളിൽ അർപ്പിച്ച വിശ്വാസം കൊണ്ട് നിങ്ങൾ ഇവിടെ കാത്തു നിൽക്കുമ്പോൾ, ഒരു ഘട്ടത്തിൽ 10 വർഷം മുമ്പ് നിങ്ങൾ ഇതേ വിശ്വാസം അർപ്പിച്ച ഒരു സർക്കാരാണ് ഇവിടെ ഉള്ളത്. That trust is broken today. ആ വിശ്വാസത ഇന്ന് തകർന്നിരിക്കുന്നു. Because politics, power and other concerns have taken precedence over you, your needs. കാരണം രാഷ്ട്രീയം, അധികാരം എന്നുള്ളതെല്ലാം നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് മേലെ ഇന്ന് ഈ സർക്കാർ ഉപയോഗിക്കുന്നു. So I want to say to you standing here today, it's time for change. അതുകൊണ്ട് ഞാൻ ഇന്നിവിടെ നിന്നുകൊണ്ട് ഞാൻ പറയുന്നു, ഇത് ഒരു മാറ്റത്തിനുള്ള സമയമാണ്. It's time to bring back people who work with dedication and commitment and sincerity towards you. നിങ്ങളോട് ആത്മാർത്ഥതയോട്, സമർപ്പണ ബോധത്തോടുകൂടി, നിങ്ങളോട് ആർജവത്തോടുകൂടി പ്രവർത്തിക്കുന്ന ആൾക്കാരെ തിരിച്ചു കൊണ്ടുവരാനുള്ള സമയമായിരിക്കുന്നു. Aryadan Shaukat ji is standing here today. ആര്യാടൻ ഷൗക്കത്ത് ജി ഇതാ ഇവിടെ നിൽപ്പുണ്ട്. He is honest, he is dedicated, he is committed to service to you. അദ്ദേഹം നിങ്ങളോടുള്ള പ്രവർത്തനത്തിന്, നിങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനത്തിന് പ്രതിബദ്ധതയോടെ ആത്മസമർപ്പണത്തോടെ നിൽക്കുന്ന ഒരാളാണ്. He has worked at every political level, starting from the panchayat. അദ്ദേഹം പഞ്ചായത്ത് മുതൽ ഈ രാഷ്ട്രീയത്തിലെ എല്ലാ ശ്രേണിയിലും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. He understands your problems. നിങ്ങളുടെ പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിക്കും. He understands your issues. നിങ്ങളുടെ വിഷയങ്ങൾ, നിങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ അദ്ദേഹം മനസ്സിലാക്കുന്നുണ്ട്. But more than anything else, my sisters and brothers, എൻ്റെ സഹോദരി സഹോദരന്മാരെ, അതിനേക്കാൾ എല്ലാം ഉപരിയായി he respects the trust that you place in him. നിങ്ങൾ അദ്ദേഹത്തിൽ അർപ്പിക്കുന്ന വിശ്വാസത്തെ അദ്ദേഹം അംഗീകരിക്കുന്നു, അദ്ദേഹം അത് വിലക്കെടുക്കുന്നു. And I think there is nothing more important today in the politics of our country, in the politics of your state, in the politics of the world. There is nothing more important today than that you have representatives who put you before everything else, who respect the trust you give them, who respect the affection you give them, who respect their duty and responsibility towards you.
അതുകൊണ്ട് ഇന്ന് ഈ സംസ്ഥാനത്തും ഈ രാജ്യത്തുമെല്ലാം മറ്റെന്തിനേക്കാളും ഉപരിയായിട്ടുള്ളത് നിങ്ങൾ അർപ്പിക്കുന്ന വിശ്വാസം, ആ വിശ്വാസത്തെ ബഹുമാനിക്കുന്ന, നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു നേതൃത്വത്തെയാണ്. This is a by-election, but it is the beginning. ഇത് ഒരു ഉപതെരഞ്ഞെടുപ്പാണ്, പക്ഷേ ഇതൊരു തുടക്കമാണ്. It is the first step from which the people of Kerala have to give a message to each other. We want a politics which is honest towards us. അതുകൊണ്ട് ഈ സംസ്ഥാനത്തെ ജനങ്ങൾ അവർക്ക് തന്നെ കൊടുക്കുന്ന, തമ്മിൽ കൊടുക്കുന്ന ഒരു വിശ്വാസമാണ്, ഒരു സന്ദേശമാണ്. നമ്മൾ ആഗ്രഹിക്കുന്ന, നമ്മൾ വിശ്വാസമർപ്പിച്ച ഒരു രാഷ്ട്രീയം നമുക്ക് കിട്ടണം. We will not accept a politics that ignores our needs, that ignores our issues, that does not help us to stand up on our own feet and does not strengthen us as a community and as a people. നമ്മുടെ ആവശ്യങ്ങളെ അവഗണിക്കുന്ന, നമ്മുടെ ബുദ്ധിമുട്ടുകളെ, വിഷയങ്ങളെ അവഗണിക്കുന്ന ഒരു രാഷ്ട്രീയത്തിന്, നമ്മൾ ഒരുമിച്ച് നമ്മളെ ശക്തിപ്പെടുത്താത്ത ഒരു രാഷ്ട്രീയത്തിന് പിന്തുണ നൽകില്ല എന്ന് നമ്മൾ തീരുമാനിക്കണം. So I ask you today, my sisters and brothers, to stand united, to vote for those who work hard for you, who understand that honesty towards you, that dedication towards you, that service towards you is why they are all assembled on this stage. അതുകൊണ്ട് ഞാൻ നിങ്ങളോട്, എൻ്റെ സഹോദരി സഹോദരന്മാരെ അഭ്യർത്ഥിക്കുകയാണ്, നിങ്ങളുടെ വിശ്വാസത്തെ മാനിക്കുന്ന, നിങ്ങളുടെ പ്രശ്നങ്ങളെ മനസ്സിലാക്കുന്ന, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പ്രതിബദ്ധതയും ആത്മാർത്ഥതയുമുള്ള ഒരു നേതൃത്വത്തെ നിങ്ങൾ തിരഞ്ഞെടുക്കണം. അതിനാണ് ഞങ്ങൾ എല്ലാവരും ഇന്നിവിടെ ഒത്തുചേർന്നിരിക്കുന്നത്. And on a personal note, അതുപോലെ തന്നെ ഒരു വ്യക്തിപരമെന്ന രീതിയിൽ തന്നെ ഞാൻ പറയട്ടെ, I am your MP. ഞാൻ നിങ്ങളുടെ MP ആണ്. If the MLA here is of my party, of the UDF, it makes it easier for us to work for you. അതുകൊണ്ട് ഈ നിലമ്പൂരിൽ ഇവിടെ എൻ്റെ പാർട്ടിയിൽപ്പെട്ട, എൻ്റെ മുന്നണിയിൽപ്പെട്ട ഒരു MLA ആണ് തിരഞ്ഞെടുക്കപ്പെടുന്നതെങ്കിൽ നമുക്ക് പ്രവർത്തിക്കാൻ കുറെ കൂടി ആയാസരഹിതമായി പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഉണ്ടാകും. It strengthens my hands when I want to do projects here. It makes it easier for me if I want to make some development over here. അതുകൊണ്ട് എനിക്ക് ഇവിടെ എന്തെങ്കിലും സംസാരിക്കണം, പ്രതികരിക്കണമെങ്കിൽ എൻ്റെ കരങ്ങൾക്ക് അത് ശക്തി പകരും. ഇവിടെ വികസന പ്രവർത്തനങ്ങൾ നടത്തേണ്ടതുള്ളപ്പോൾ അതിനും നമുക്ക് ശക്തി പകരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. It gives us double the strength to serve you. നമുക്ക് അതിനു വേണ്ടിയിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു ഇരട്ട ശക്തിയോടുകൂടി മുന്നോട്ട് പോകാൻ സാധിക്കും. So please strengthen Aryadan Shawkatji's hands. അതുകൊണ്ട് ആര്യാടൻ ഷൗക്കത്തിയുടെ കരങ്ങളെ നിങ്ങൾ ശക്തിപ്പെടുത്തുക. And in this election, show everybody how strongly you support the UDF. ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ജനങ്ങൾക്ക് സന്ദേശം നൽകുക, എത്ര ശക്തിയായാണ് നിങ്ങൾ UDF-നെ പിന്തുണയ്ക്കുന്നത് എന്നുള്ളതിന്. I am so impressed with every worker, every colleague of mine in the UDF, with the way you have come together and you are working hard for this election. നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ഒരുമിച്ച്, എൻ്റെ സഹപ്രവർത്തകർ, UDF-ലെ സഹപ്രവർത്തകർ ഒരുമിച്ച് ചേർന്ന് ഒരു മനസ്സോടുകൂടി ഒന്നിച്ച് പ്രവർത്തിക്കുന്നത് കാണുമ്പോൾ എനിക്ക് വലിയ ചാരിതാർത്ഥ്യമുണ്ട്. I compliment you for your efforts. നിങ്ങളുടെ ആ പ്രവർത്തനത്തെ ഞാൻ അഭിനന്ദിക്കുന്നു. And I would like to remind you that we start now, but we do not finish until we have won the election, until not only this by-election, we have won the state and we form a government in Kerala that works for the people of Kerala. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഈ തെരഞ്ഞെടുപ്പ് ഇവിടെ നിന്നല്ല തീരുന്നത്. നമ്മളെ സംബന്ധിച്ചുള്ള അടുത്ത തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് പോയി ഈ കേരളത്തിൽ ഒരു സർക്കാരിനെ രൂപീകരിക്കുന്നത് വരെ നമ്മളുടെ പ്രവർത്തനം മുന്നോട്ട് പോകും. Thank you very much once again for your love, for your affection, for your support. നിങ്ങൾ നൽകുന്ന പിന്തുണയ്ക്ക്, നിങ്ങൾ നൽകുന്ന സ്നേഹത്തിന് നിങ്ങളോട് ഒരിക്കൽ കൂടി ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. Jai Hind. ജയ് ഹിന്ദ്.